ഹായ് ഗൈസ്, അപ്പോൾ ഇന്നൊരു വ്ളോഗല്ല, നമ്മളൊരു ചാലഞ്ച് വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. കുഴിമന്തി ഈറ്റില്ല, എല്ലാവരും ഹണി ചില്ലിയാണ് കഴിക്കുന്നത്. 1 2 3 4 അവനില്ല, അവനെ കൂട്ടിയിട്ടില്ല, അവനെ പങ്കെടുക്കാൻ അവൻ തോറ്റു പോകും. പിന്നെ ക്യാമറമാനും നമ്മൾ ചാലഞ്ച് തുടങ്ങാൻ പോകണം. ഇതാണ് വ്ളോഗല്ല, നമ്മൾ ചാലഞ്ചിങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും റൈസ് എടുത്തിട്ടുണ്ട്, ഇനി എനിക്കും എടുക്കണം. ക്യാമറമാൻ റൈസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണിക്കാം. നമ്മൾ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഫുഡ് അടിക്കാൻ തുടങ്ങിയിട്ട്. ഇതൊന്നും ചാലഞ്ച് കൂട്ടത്തില്ല കേട്ടോ, ഇത്ര റൈസൊന്നും. എല്ലാവരും എടുത്തിട്ടുണ്ട്, എല്ലാവരും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കാണാം ഇപ്പം റൈസ് ഉണ്ട്. ആരവസാനം വരെ നിൽക്കുമെന്നാണ് നമുക്ക് കാണണ്ടേ. ഓക്കെ ഗൈസ്, ഓക്കെ, ആരവസാനം വരെ നിൽക്കും. റെക്കോർഡിങ് ആരവസാനം വരെ നിൽക്കും. പിന്നെ അല്ലേ നമ്മളിവിടെ ഉണ്ട്. രാഹുലിന് ആര് ജയിക്കും എന്നാ തോന്നുന്നേ? ആര് ജയിക്കും തോന്നില്ല. സോളമൻ ഇത് അടിക്കൂ, രാഹുൽ ജയിക്കും. സോളമൻ പറയുന്നത് രാഹുൽ ജയിക്കും എന്നാണ് ഗൈസ്, നമുക്ക് കണ്ടറിയാം. ബോസിന് എന്തെങ്കിലും പറയാനുണ്ടോ? രാഹുല് ജെറിൻ പറയുന്നത് ജെറിൻ തന്നെ ജയിക്കുന്നതെന്നാണ്. ഞാൻ പറയുന്നത് ഞാൻ തന്നെ ജയിക്കുമെന്നാണ് ഗൈസ്. രാഹുലിനാണ് ഇവിടെ ഫുൾ സപ്പോർട്ട്. അപ്പോൾ കാണാം ഗൈസ്. ഓ ഗൈസ്, മന്തി കഴിക്കേണ്ട ഒരു വിധമുണ്ട്. ആദ്യം മയണൈസ് എടുക്കുക, ചിക്കൻ്റെ ഒരു പീസ് എടുക്കുക. പ്ലേറ്റ് കാണണ്ട, എന്നെ കണ്ട പ്ലേറ്റ് കാണത്ത. എന്നിട്ട് കുറച്ച് മിക്സ് ചെയ്യുക, അങ്ങോട്ടൊരു ബൈറ്റ്. ഇങ്ങനെ വേണം ഗൈസ് കഴിക്കാൻ. അല്ല സോളമ്മ, ചിക്കൻ്റെ പീസ് എടുക്കുക, മയണൈസ് ഡിപ്പ് ചെയ്യുക, റൈസ് എടുക്കുക, വീണ്ടും ഒരു ബൈറ്റ്. മണിച്ചില്ല, പക്ഷെ വലിയ മധുരമൊന്നുമില്ല അല്ലേ? അല്ലേ, മണിച്ചിലിക്ക് വലിയ മധുരമൊന്നുമില്ല ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെ എല്ലാവരും കഴിച്ചോണ്ടിരിക്കുക. രാഹുല് റൈസ് എടുത്തിട്ടുണ്ട്, നെഞ്ചത്ത് മെഷീൻ. ആരവസാനം വരെ നിൽക്കും. നോക്കട്ടെ ഗൈസ്, എല്ലാം കഴിച്ചോണ്ടിരിക്കുകയാണ്. എല്ലാവരും ആദ്യത്തെ റൗണ്ട് കഴിയാറായി. ബോസ് കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ കഴിയാറുണ്ട്. ജെറിൻ കഴിഞ്ഞു, രാഹുല് തുടങ്ങിയുള്ളൂ, അവിടെ തുടങ്ങിയിട്ടുള്ളൂ. അവൻ കുഴിമന്തി അല്ല, അവൻ ബാർബിക്യൂ മാത്രമേ കഴിക്കുന്നുള്ളൂ. നമ്മളെല്ലാം അണീച്ചില് അവനും കഴിയാറായിട്ടുള്ളൂ. ആരവസാനം വരെ നിൽക്കും. ജെറിൻ നിൽക്കൂ? എവിടെ? ഇവിടെ. ഉറപ്പാണോ? അവൻ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നുണ്ടല്ലോ. ജെറിനൊന്നും കഴിക്കത്തില്ലെന്നാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. ജെറിനും ബോസും കഴിക്കത്തില്ലെന്നാണ്. ഇങ്ങനെ വന്നിട്ട് മാസ് കാണിക്കാനാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മാസ് കാണിക്കാനാണ്. നോക്കി വെച്ചോ നമ്മളെല്ലാം ആര് നിൽക്കും? ആ അതെ, അടുത്ത റൗണ്ട്. എല്ലാരും ട്രിപ്പ് ഓർത്ത് വെച്ചോണേ. നീ രണ്ടാമത്തെ റൗണ്ടായില്ലേ? രണ്ടാമത്തെ റൗണ്ടിൽ കിടന്നിട്ടുണ്ട്. ബോസ് മുന്നേറ്റോണ്ടിരിക്കുകയാണ്. നീ എടുക്കുക, അടുത്ത റൗണ്ട് ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ജെറിനെ എല്ലാരും പറഞ്ഞ് തളർത്തുകയായി. നിനക്കെന്നാ പറയാനുള്ളത്? നീ അല്ല അവന്റെ അടുത്ത ഒരാള്, നിനക്കെന്നെ അതിൽ പറയാനുള്ളത്. ജെറിൻ ജയിക്കൂ? ജെറിൻ ജയിക്കുന്നാണ് രാഹുൽ പറഞ്ഞത്. അവന്റെ ഒരു പറയാൻ പറ്റത്തില്ല, ഇവര് അതുപോലത്തെ ഒരു ബന്ധമായി പോയി ഗൈസ്. എനിക്ക് എന്നെ തിരിച്ചു കാണിക്കണമെന്നുണ്ട്, പക്ഷെ കാണിക്കാൻ പറ്റുന്നില്ല. രാഹുൽ ഇപ്പോഴും ഫസ്റ്റത്തെ ട്രിപ്പിൽ നിൽക്കുക. ഞാൻ ഫസ്റ്റത്തെ ട്രിപ്പ് കഴിഞ്ഞു. ഇവിടെ രണ്ടുപേര് തുടങ്ങിയിട്ടുണ്ട് സെക്കൻഡ് ട്രിപ്പ്. അവിടെ നിന്ന് ഉറങ്ങുമോ? അടുത്ത സെക്കൻഡ് ട്രിപ്പ് ഇടുവാണ് ഗൈസ്. ഓ, നമ്മളെല്ലാം മുന്നിട്ടുണ്ട്. അപ്പാപ്പി രണ്ടാമത്തെ കുബൂസ് എടുത്തേക്കുന്നു ഗൈസ്. രണ്ടാമത്തെ കുബൂസ് നമ്മളെല്ലാം കടത്തി വെട്ടിക്കൊണ്ട് 2 കുബൂസ് ഗൈസ്. ഓ പിന്നെ പകുതിയാണ് വള്ളി പിടിക്കുന്നു. കഴിക്കാൻ വന്നിട്ട് വള്ളി പിടിക്കുന്നു. മയണൈസ് വെക്കുന്നതാണ് ഗൈസ്. ഇങ്ങനെയൊക്കെ ഇവിടെ ഇങ്ങനെ വിളിച്ചാൽ മതി ഗൈസ്. ഓക്കെ, രണ്ടാമത്തെ ട്രിപ്പ് എടുത്തിട്ടുണ്ട്. 1 2 3 വരെ രണ്ടാമത്തെ ട്രിപ്പ്. ഒരു ഫസ്റ്റ് ട്രിപ്പ് കഴിയാമായിട്ട്. എത്ര കുബൂസ്? ഇനി കുബൂസ് വേണോ എനിക്ക്? പറഞ്ഞു. ഈ കാണുന്ന ശരീരമൊക്കെ ഉള്ളു ഗൈസ്, ഒന്നും കഴിക്കത്തില്ല. കൊളസ്ട്രോള്, ഷുഗറ്, പ്രഷറ്, ഇതെല്ലാം ഉണ്ട്. എല്ലാ ഗുളികയും കഴിക്കുന്നത്, എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. നമ്മള് അടുത്ത ട്രിപ്പിലോട്ട് കളിക്കട്ടെ ഗൈസ്, എന്നിട്ട് കാണിക്കാം. ഓക്കെ, അതിന്റെ
മൂന്നാമത്തെ ട്രിപ്പ് രാവിലെ രണ്ടാമത്തെ ട്രിപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റിൽ രണ്ടാമത്തെ ട്രിപ്പ് തന്നെയാണ്. ഇവിടെ ഫസ്റ്റ് അടിച്ച് ഗൈസ്, ഫസ്റ്റ് അടിച്ച് നീ എത്രാമത്തെ ട്രിപ്പായി? രണ്ട്. നീയോ? ഭയങ്കര നാണല്ലേ വ്ളോഗ് കാണുന്നേ. എന്നാ പറ്റത്തില്ല എന്നെ കൊണ്ട്, ബോസിനെ കൊണ്ട് പറ്റുമോ? പറ്റും. അവസാനം വരെ ഇരിക്കാൻ പറ്റുമോ? പിന്നെ കേട്ടല്ലോ, നീ തോറ്റോ? ഇവിടെ ജയിച്ചത് സോളമന അല്ല, രാഹുല് ജയിക്കുമെന്നാണ് എല്ലാരും പറയുന്നത്. രാഹുല് ജയിക്കും എല്ലാരും പറയുന്നത്. ഞാൻ രണ്ടാമത്തെ ട്രിപ്പല്ലേ ഇപ്പോഴും, ഇവന് രണ്ടാമത്തെ ട്രിപ്പ്, മൂന്നാമത്തെ ട്രിപ്പ്. അങ്ങോട്ട് പോകുന്നോളാ. നീ ഇന്ന് പട്ടിണി കിടക്കുമായിരുന്നു. ചാലഞ്ച് ഉണ്ട്, പട്ടിണി കിടന്നു. ചിക്കൻ ബിരിയാണി കഴിച്ചോളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. എടുത്തിട്ടു. ഓക്കെ, ബോസ് അവിടെ സ്കോർ ചെയ്ത് നിൽക്കുന്ന മൂന്നാമത്തെ പ്ലേറ്റ് അല്ലേ? എത്രാമത്തെ? രണ്ടാമത്തെ പ്ലേറ്റ്. രണ്ട് കംപ്ലീറ്റ്. ഞാനും രണ്ട്. പക്ഷേ ഒരു കുഴപ്പമുണ്ട് ഗൈസ്, കട ക്ലോസ് ചെയ്ത്. ഇനി റൈസ് കിട്ടത്തില്ല, കഴിക്കണ റൈസ് കിട്ടത്തില്ല. ഇവനെ ആദ്യം എടുത്തോണ്ട് ഇതിനകത്ത് ഇനി റൈസ് ഇല്ല. കട ക്ലോസ് ചെയ്തു. തിന്ന് അണയാൻ പോകുന്ന തീ ഒന്ന് ആളി കത്തും, കണ്ടോ? അപ്പൊ നമ്മൾ ഈ ചാലഞ്ച് വിജയിച്ചിരിക്കുന്ന ബോസാണ്. അത്ര വന്നിട്ട് മതിയാവുന്നില്ല. എന്നാ ബോസ് ഈ നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? റൈസ് ഇല്ലാത്തോണ്ടല്ല ഞാൻ ഇനിയും കഴിച്ചാനേ കഴിച്ചു. കളയടച്ച് ഇത് തന്നെ കഴിക്കാനോ? ഇത്രേ ഉള്ളൂ, അത് ഞാൻ എടുത്തോളം വേണം. കളയടച്ച് കഴിച്ചു, ഇനി റൈസ് ഇല്ല. എന്നാലും രാഹുലെ ജയിക്കത്തോളം ഇപ്പോഴും ഇരുന്ന് ഇവിടെ ഒരാൾ പറയുന്നുണ്ട്. ഇതാണ് രാഹുലെ ഇപ്പം ആറായാളാ മന്തി കഴിച്ച് കിക്കാൻ അത് കഴിച്ച് കിക്കായി മേടിച്ചു കൊടുത്തോണ്ട് ആ ശരീരം കണ്ട പറയൂ. ഫുട്ബോൾ കളിക്കാൻ പോയല്ലോ. കഴിക്കട്ടെ ഗൈസ്. എല്ലാരും കഴിച്ച് എണീറ്റിട്ടുണ്ട്. ഞാനിവിടുന്ന് എണീക്കുവാണ്. ബോസാണ് വിജയ്. ബോസിന് ഞാൻ എന്നാ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കഴിക്കാൻ വരുമ്പോൾ മന്തി അവന് മേടിച്ചു കൊടുക്കും. അതാണ്. റൈസ് തീർന്നു പോയി, കട ക്ലോസിങ് ആയി ഗൈസ്, അതുകൊണ്ടാ ബില്ലും വന്ന്. ഓക്കെ, നമ്മളിവിടെ നിന്ന് എണീക്കട്ടെ. ഇന്നത്തെ ടാസ്ക് കഴിഞ്ഞ് എല്ലാരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? വളരെയധികം സന്തോഷം. റൈസ് തീർന്നുകൊണ്ടല്ല നമ്മൾ മുട്ടി ചെയ്യുന്നതിന്, അത് വേറെ ബില്ല് സെറ്റ് ചെയ്യട്ടെ ഗൈസ്. ഓക്കെ, ആണോ? 100K അടിച്ചിട്ട് കൂടി വരേണ്ടി എല്ലാവർക്കും മലബാർ വജിലിസിന്റെ വക ഫുൾ മന്തി. അപ്പൊ കേട്ടല്ലോ ഗൈസ്. അപ്പൊ ഓക്കെ ബൈ. സ്ഥലത്ത് വന്നിട്ടുണ്ട് ഫർസി. ഇവിടെ നമ്മൾ എന്നാ മേടിക്കാണ് വന്നേ? ലബാൻ മേടിക്കാൻ വന്നിട്ടുണ്ട് ഗൈസ്. ലബാൻ മീസി കുഞ്ഞാപ്പോലത്തെ വന്നിട്ടുണ്ട്. ഒരു ശാലം മധുരം കൂടെ കഴിക്കാന്ന് ഓർത്ത്. ചാലഞ്ച് തീർന്നിട്ടുണ്ട്. ഈ വ്ളോഗ് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് എൻഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, അവിടെ പോയി സാധനം മേടിക്കട്ടെ. ഓക്കെ, നമ്മുടെ വീഡിയോ കണ്ടിട്ട് മഞ്ജലീസിലെ ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മളെ ചാനൽ സബ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 100K അടിക്കുമ്പോൾ അവിടുന്ന് ഒരു ഫുൾ മന്തി നമ്മളെ പയ്യന്മാർക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മുടെ ഈ ജേണി തുടരുവാണ് ഇനി. ഓക്കെ, വ്ളോഗ് എടുക്കാൻ വന്നപ്പോൾ സാധനം കൈ കിട്ടി ഗൈസ്. സ്പൂൺ 7 പേര്, നമ്മൾ 7 പേര്. നമ്മൾ ഫർസിന് സാധനം എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മളെന്നാ മേടിച്ചത്? ഇതാണ് ഗൈസ് മെനു. ഓക്കെ ബൈ, സീ യു. മനമേര 911 ഇവിടെ കിടപ്പുണ്ട് ഗൈസ്. എന്റെ പൊന്നു ഗൈസ്, വണ്ടി പോകുന്നു. നല്ല രസമോ?
ഒരു നാൾ ഓക്കെ ഗൈസ്, ഒരു നാൾ വൺ ഡേ ഇവിടെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാം കേട്ടോ. ഇങ്ങനെ നല്ല ട്രിപ്പായിട്ട് ഒരു കുഴപ്പമില്ല. അവിടെ നിന്ന് സോളമൻ്റെ വീഡിയോ എടുക്കുന്നു. നമ്മൾ നേരെ ഇനി മറ്റേ സാധനം കുഞ്ഞാപ്പ കഴിക്കാൻ വേണ്ടി നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാം. അപ്പോൾ പയ്യന്മാരെല്ലാം അവിടെ നിൽപ്പുണ്ട്. ഇനി നമ്മൾ അങ്ങോട്ട് പോട്ടെ ഗൈസ്. ഇപ്പം കണ്ണാടി കൂടെ കാണുന്നുണ്ട് സോളമൻ. ലുലുമാളിൽ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. പയ്യന്മാരെല്ലാം പുറകെ ഇപ്പോണ്ട്. ഇത് നമ്മുടെ അച്ഛൻ്റെ കടയാണ്. ഇത് നമ്മുടെ ഒരു കൂട്ടാൻ്റെ കടയാണ് ഗൈസ്. ഇവന് ഈ കട ഇട്ടോടെ റിച്ച് ആയി പോയി. എന്നാ ചെയ്യാനാ, കാറെടുത്ത് വേറെ വീട് മേടിച്ച് ഒരുപാട് കാര്യം. അച്ചു ഈ വ്ളോഗ് കാണുക. അച്ചു കാണുന്നുണ്ട് വ്ളോഗ്. അച്ചു കാണുന്നത് നിങ്ങളെ കട ലുലുമാളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഒരു ബജ്ജിക്കടയുണ്ട്. അതായത് നമ്മുടെ കൂട്ടാൻ്റെ ആണ്. എല്ലാവരും ഈ വഴി പോകുന്നവരെല്ലാം കയറി ഇവിടെ കഴിച്ചിട്ട് പോകണം ഗൈസ്. നമ്മുടെ കൂട്ടാൻ്റെ കടയാണ്. അടിപൊളി കടയാണ്. അലൻബോജി 50 എന്ന് പറഞ്ഞാണ് ഇവിടുത്തെ കൂപ്പൺ കോഡ്. ഓ അപ്പോൾ പോട്ടെ. അപ്പോൾ നമ്മുടെ അടുത്ത് വേറെ സ്ഥലത്തോട്ട് പോവാം. കോട്ടയം ലുലു ഗൈസ്. ഇത് നമ്മൾ സ്പോട്ടിലോട്ട് കേട്ടോ. നമ്മുടെ ഫോണിൽ ചാർജ് ഇല്ല. അപ്പോൾ ഓക്കെ ഗൈസ്. ഇതേ ലേബാൻ, ഇത് കഴിക്കാനാണ് നമ്മളിവിടെ എത്തിയേക്കുന്നത്. കഴിച്ചു നോക്ക് ടേസ്റ്റ് പറ. അൺബോക്സി വണ്ടി വില്ലേ. അവന്റെ വണ്ടിയല്ല, ആ സീനില്ല. അന്നല്ല വണ്ടിയിലാക്കി കിടന്നു. ബോസിന് ഇന്നത്തുള്ള ചെലവാണ്. ഇതായിരുന്നു അവന് ഫസ്റ്റ് കിട്ടിയുള്ളതിന്. ആ കുതി കളഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാവർക്കും ഇങ്ങനെ ഫുള്ള് കുത്തണം. കാണിച്ചു കൊടുത്തോളാം. അപ്പാപ്പി എടുത്തങ്ങോട്ട്. സോളമൻ എത്തിയിടാ മക്കളെ. അപ്പാപ്പിയുടെ ബൈറ്റ്. അയ്യോ ഇത് എനിക്കില്ലാതായി. അതാ അയ്യോ കൈ വേണം ഗൈസ്. അയ്യോ ഇത് ഒത്തിരി തിന്നാൻ പറ്റത്തില്ല ഗൈസ്. ഭയങ്കര മതിയോ. ഒരു വെള്ളം മേടിക്കണ്ടായിരുന്നു. അയ്യോ ഇത് അവിടെ സീറ്റായി. അത് കുഴപ്പമില്ലെന്നാ പറഞ്ഞായിരുന്നു. ടിഷ്യൂ കണ്ടോ? ടിഷ്യൂ വാങ്ങിക്കാൻ മറന്നു വേണം. ചോക്ലേറ്റും സാധനം എല്ലാം കൂടെ എങ്ങനെയുണ്ടാ കഴിക്കത്തില്ല കഴിച്ച്. നമ്മള് ഷുഗർ കട്ട് ഹെൽത്തൊക്കെ നോക്കുന്നുണ്ട്. ഒത്തിരി ഒന്നും കഴിക്കത്തില്ല. പയ്യന്മാരൊന്നും കഴിക്കട്ടെ. അപ്പോൾ വ്ളോഗ് അടിച്ചു കയറ്റ്. നല്ലട്ട് കഴിക്കും. ഊറല്ലേ പറ്റത്തില്ലല്ലേ നമ്മളെ കൊണ്ട് പറ്റത്തില്ല കൈസ്. മരം കൊണ്ടൊക്കെ പറ്റത്തുള്ളൂ. നമ്മൾ ഹെൽത്ത് നോക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഇങ്ങനെ ടേസ്റ്റ് നോക്കാം. അതേ ഉള്ളൂ. നമ്മൾ ഹെൽത്തൊക്കെ നോക്കിയുള്ള പരിപാടിയുള്ളൂ. എന്നാണ് മന്തിയൊക്കെ പ്രോട്ടീൻ, അതൊന്നും കുഴപ്പമില്ല. മച്ചാൻ മന്തിയുടെ റൈസ് കഴിക്കുന്നത്, ചിക്കൻ മാത്രമേ കഴിച്ചുള്ളൂ. എന്നെ പ്രോട്ടീൻ മാത്രം. പിന്നെ ടേസ്റ്റ് നോക്കാന്ന് ഓർത്ത് മേടിച്ച കൈസ്. അപ്പം ബോസിന് ചിലവെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ബോസാ ഫസ്റ്റ് അടിച്ച ഇന്നത്തെ കപ്പ് നോക്കിയ ബോസാണ്. ബോസിന് സാധനം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്. അപ്പോൾ വ്ളോഗ് എൻഡ് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചാലഞ്ച് വീഡിയോ, അയ്യോ ചോക്ലേറ്റ് ചാലഞ്ച് വീഡിയോ ഒക്കെ നിങ്ങളെല്ലാം കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി തൂക്കിയത് ബോസാണ്. അപ്പോൾ നമുക്ക് കഴിക്കാൻ റൈസ് ഇല്ല. ഇന്ന് കട അടച്ച് റൈസ് തീർന്ന്. അതുകൊണ്ട് നമുക്ക് അവർക്ക് മുട്ടിയിരിക്കാൻ പറ്റിയില്ല. ഞാൻ റൈസ് എടുക്കാൻ വന്നപ്പോൾ തീർന്നു പോയി. അല്ലെ നമ്മളൊക്കെ രാവിലെ ഒരു മസാല ദോശ അങ്ങോട്ട് കഴിച്ചിട്ട് വന്നിട്ട് അവൻ അത്രയും തിന്ന്. പിന്നെ ഇവൻ ഇന്നത്തെ ദിവസം മൊത്തം പട്ടിണി കിടന്നുകൊണ്ടാണ് ഇന്നത്തെ ഇവിടെ വന്ന് ഇത്രയും കഴിച്ചേ. അപ്പോൾ നമ്മൾ വേറൊരു വ്ളോഗോ ചാലഞ്ച് വീഡിയോ ആയിട്ട് വരുമായിരിക്കും ഗൈസ്. അപ്പോൾ ഓക്കെ ബൈ.